നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും ഇന്ന് നൽകിയിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. കനത്ത മഴയെ തുടർന്ന് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ, അതോടൊപ്പം തന്നെ സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെൻ്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല വാഗ്ദാനം ചെയ്ത KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ആദ്യഘട്ടത്തിൽ ഓർഡിനറി സർവീസുകളിൽ മാത്രം. മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. നേരത്തെ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ വാഗ്ദാനം. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ജൂൺ 15 മുതൽ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി നടപ്പിലാക്കും. പിന്നീട് വിലയിരുത്തൽ നടത്തിയ ശേഷം മറ്റു ബസ്സുകളിലും അനുവദിക്കണമോ എന്നതിൽ തീരുമാനമെടുക്കുന്നതായിരിക്കും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്തുന്നത് പഠിക്കാനായിട്ട് ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ 3 മാസം 112 കോടി രൂപ നഷ്ടം വരുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയാൽ 57 കോടി, സിറ്റി ഫാസ്റ്റ്, ഓർഡിനറി എന്നിവയിൽ നടപ്പാക്കിയാൽ 65 കോടി, ഓർഡിനറി അതുപോലെ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് എന്നിവയിൽ നടപ്പാക്കിയാൽ 90 കോടി എന്നിങ്ങനെയാണ് നഷ്ടം കണക്കാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പരീക്ഷണം കഴിഞ്ഞ ശേഷമാകും ഏതൊക്കെ ബസ്സിൽ സൗജന്യമെന്ന് തീരുമാനിക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നാണ് വനിതകളുടെ സൗജന്യ യാത്ര. KSRTC നടത്തിയ പഠനങ്ങളുടെയും കണക്കെടുപ്പുകളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യം അനുവദിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കർഷകരുടെയും കർഷക സംരംഭകരുടെയും വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായിട്ട് 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാകുന്നതാണ്. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിൻ്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ വീട്ടു നമ്പറുകൾ ഉടൻ നിലവിൽ വരും. K-സ്മാർട്ടിൻ്റെ സഹായത്തോടെ വീട്ടു നമ്പറുകൾ ഡിജിറ്റലായിട്ട് നൽകി തുടങ്ങിയിട്ടുണ്ട്. 1 മാസത്തിനകം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും പുതിയ വീട്ടു നമ്പർ പ്രകാരം നികുതി അടയ്ക്കൽ ഉൾപ്പെടെയുള്ള സേവനങ്ങളൊക്കെ തന്നെ ലഭ്യമാകും. 2025 ജൂലൈയിൽ പുനർവിഭജന നടപടികളൊക്കെ തന്നെ പൂർത്തിയായിരുന്നുവെങ്കിലും പുതിയ വീട്ടു നമ്പറുകൾ നൽകിയിരുന്നില്ല. പ്രത്യേക സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ പഴയ നമ്പറുകൾ പോർട്ട് ചെയ്താണ് K-സ്മാർട്ടിൽ പുതിയ വീട്ടു നമ്പറായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചില പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലും പുതിയ വീട്ടു നമ്പർ ഡിജിറ്റലായിട്ട് അനുവദിച്ചിരുന്നു. ഇതിനുശേഷമാണ് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും പുതിയ നമ്പർ അനുവദിക്കാനായിട്ട് നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇനി മുതൽ പുതിയ വീട് നിർമ്മിക്കുന്നവർക്കും തൊട്ടടുത്ത വീടിൻ്റെ തുടർച്ചയായുള്ള വീട്ടു നമ്പർ തന്നെ ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം എപ്പോഴാണെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ മാസത്തെ പെൻഷൻ വിതരണത്തിനായിട്ട് 23-ാം തീയതിയോടെ കടമെടുപ്പ് ഉണ്ടാകും. തുടർന്ന് 24-25 തീയതികളിലായിട്ട് തുക അനുവദിക്കും. ജൂൺ 26-ന് മുഹറം അവധിയായതിനാൽ തന്നെ അതിന് മുൻപ് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചു തുടങ്ങാനാണ് സാധ്യത. ജൂലൈ അന്തിമ വാരത്തിന് മുൻപ് തന്നെ, അതായത് ജൂലൈ 5-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും കൈകളിലേക്ക് പെൻഷൻ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത്തവണ വർദ്ധിപ്പിച്ച പെൻഷനാണോ അതോ നിലവിലുള്ള തുകയാണോ നമുക്ക് ലഭിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. കൂടാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം 1 ഗഡു ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ബാക്കിയുള്ള പെൻഷനുകളുടെ കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല.
പുതിയ സൂചനകൾ എന്തെങ്കിലും ലഭിച്ചാൽ ഉടൻ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. മെയ് മാസത്തിലെ കേന്ദ്ര വിഹിതം കുറവ് വന്നിരുന്ന ആളുകൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ അതിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര വിഹിതം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അതൊരു ആശ്വാസമായി മാറും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, അത് സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് വീണ്ടും വിതരണം ചെയ്തേക്കും. ക്ഷേമ പെൻഷനോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനും സർക്കാർ പുനരാരംഭിക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസം 19-ാം തീയതി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഇതിനായി പ്രത്യേകം ഫണ്ട് വകയിരുത്തുമെന്നാണ് വിവരം. ഓരോ മാസവും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് ഏകദേശം 300 കോടിയോളം രൂപയാണ് ആവശ്യമായിട്ട് വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ LDF സർക്കാർ ഇത് വിതരണം ചെയ്തിരുന്നെങ്കിലും ഏപ്രിൽ മാസം മുതൽ വിതരണം മുടങ്ങുകയായിരുന്നു. മെയ് 1 വരെ LDF സർക്കാർ ഭരണത്തിലുണ്ടായിരുന്ന സമയത്തും ഇതിനായിട്ടുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഈ പദ്ധതി പൂർണ്ണമായിട്ടും നിലച്ചു പോവുകയായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ പദ്ധതി വീണ്ടും സജീവമാക്കാനുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിനായിട്ടുള്ള ഔദ്യോഗിക വെബ്സൈറ്റ് നേരത്തെ പ്രവർത്തനരഹിതമായിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും അത് സജീവമായിട്ടുണ്ട്. അതിനാൽ ഇതുവരെ അപേക്ഷ നൽകാത്ത BPL റേഷൻ കാർഡുള്ള 35-നും 60 വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീകൾ എത്രയും വേഗം തന്നെ അപേക്ഷിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. 2026 ജൂൺ 8 തിങ്കളാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 95 രൂപ കുറഞ്ഞ് 13,905 രൂപയും പവന് 760 രൂപ കുറഞ്ഞ് 1,11,240 രൂപയിലുമാണ് വ്യാപാരം. ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.